أعوذ بالله من الشيطان الرجيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. 253 വചനം. تلك الرسل فضلنا بعضهم على بعض. تلك الرسل ആ ദൂതന്മാർ فضلنا بعضهم على بعض ചിലർക്ക് നാം മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. മിൻഹും മൻ കല്ലമ അല്ലാഹ്, അല്ലാഹു നേരിൽ സംസാരിച്ചിട്ടുള്ളവർ അവരിലുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത്, അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. വആതൈനാ ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്ത്, മറിയമിൻ്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു മഖ്തതല അല്ലദീന മിൻ ബഅദിഹിം മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷവും അന്യോന്യം പോരടിക്കുമായിരുന്നില്ല. വലാകിൻ ഇഖ്തലഫൂ, എന്നാൽ അവർ ഭിന്നിച്ചു. ഫമിൻഹും മൻ ആമന വമിൻഹും മൻ കഫർ, അങ്ങനെ അവരിൽ വിശ്വസിച്ചവരും നിഷേധിച്ചവരുമുണ്ടായി. വലൗ ഷാ അല്ലാഹു മഖ്തതലൂ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്, പക്ഷേ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. 253 വചനമാണ്. تلك الرسل فضلنا بعضهم على بعض. تلك الرسل, തിൽക്ക അത് എന്ന് ഇസ്മു ഇഷാറയാണ്. തിൽക്ക എന്ന് പറയാൻ കാരണം അർ റുസുലു, റസൂൽ എന്നതിൻ്റെ ജമ്മാണ് റുസുൽ, ബഹുവചനം. അറബി ഭാഷയിൽ ജമ്മു തക്സീർ എന്ന് പറഞ്ഞൊരു ജമ്മുണ്ട്. ജമ്മു മുദക്കറുണ്ട്, മുദക്കർ സാലിമുണ്ട്, ജമ്മു മുഅന്നസ് സാലിമുണ്ട്, ജമ്മു തക്സീറുണ്ട്. ജമ്മു തക്സീർ ചില സന്ദർഭങ്ങളിൽ മുഅന്നസായി പരിഗണിക്കും, ഫീമെയിലായിട്ട് പരിഗണിക്കും. അതുകൊണ്ടാണ് തിൽക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാലിക എന്നാണ് പറയേണ്ടത്. തിൽക്ക എന്നുള്ളത് ഫീമെയിൽ രൂപമാണല്ലോ. അങ്ങനെ ഖുർആനിൽ പല സ്ഥലത്തും കാണാം. ഉദാഹരണമാണ് സൂറത്ത് ഹുജറാത്തിലെ 14 വചനത്തിൽ കാണാം, ഖാലത്തിൽ അഅറാബു ആമന്ന. ഖാലത്തിൽ അഅറാബു, ഖാലത്ത് എന്ന് ഫീമെയിലായാണ് ഉപയോഗിച്ചത്. എന്താ കാര്യം? അൽ അഅറാബ് എന്നത് സത്യത്തിൽ അത് ഒരു മുദക്കറായിട്ടാണല്ലോ അതിൻ്റെ ഫീലിംഗ് ഉള്ളത്, മെയിലായിട്ടാണ്. പക്ഷേ അത് ജമ്മു തക്സീർ ആയതുകൊണ്ട് അതിനെ ഫീമെയിലായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതാണ് കാരണം.
മനസ്സിലായി? അപ്പോൾ തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിലർക്ക് നാം മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കും. ഇവിടെ തിൽക്കർ റുസുലു എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞ വചനങ്ങളിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വചനം അവസാനിച്ചത് വ ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞുകൊണ്ട്, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖി വ ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നീ മുർസലുകളിൽപ്പെട്ട ദൈവദൂതന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത്. അതിനോടനുബന്ധിച്ച് ഇവിടെ യഥാർത്ഥത്തിൽ ദൈവദൂതന്മാരോട് അവരുടെ സമൂഹങ്ങൾ സ്വീകരിക്കേണ്ട സമീപന രീതി, അതാണ് ഈ വചനത്തിൻ്റെ പ്രധാന ഭാഗം. തിൽക്ക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതും ആ ഒരു പ്രവാചക സമൂഹമാണ്, ഒരു സമൂഹമല്ല, അല്ലെങ്കിൽ ഒരാളല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത നൽകി എന്നാണല്ലോ, ഫദ്ൽ എന്നുള്ളതാണ്. അപ്പോൾ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിലർക്ക് നാം മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ചില പ്രവാചകന്മാർക്ക് ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. വഹ്യിൻ്റെ കാര്യത്തിലുണ്ട്, അനുയായികളുടെ കാര്യത്തിലുണ്ട്, ഗ്രേഡിൻ്റെ കാര്യത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട്. ഇതൊക്കെ ഒരു സ്വാഭാവികമായ സംഗതി മാത്രമാണ്. പ്രവാചകന്മാരെന്ന നിലയിൽ എല്ലാ ജനങ്ങളും അവരെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എന്നാൽ ചിലർക്ക് ചിലരേക്കാൾ പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്കറിയാം, ജൂതന്മാർ ചില പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചിലരെ തള്ളുകയും ചെയ്തു. എന്തിനധികം ഈസാ അലൈഹിസ്സലാമിനെ അവർ തള്ളിപ്പറഞ്ഞു, കൊല്ലാൻ ശ്രമിച്ചു. ക്രൈസ്തവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നു. അപ്പോൾ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ മാത്രം അംഗീകരിക്കുകയും മറ്റുള്ളവരെ തള്ളുകയും ചെയ്യുക എന്ന സമീപനം എന്തല്ല, ശരിയല്ല. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ എന്ന് പറഞ്ഞത്. അത് പക്ഷപാതിത്വമാണ്. ഒരു പ്രവാചകൻ്റെ അനുയായികൾ അദ്ദേഹത്തിന് ശേഷം വന്ന മറ്റു പ്രവാചകന്മാരെ നിഷേധിക്കുക, നിന്ദിക്കുക, അത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ചില വ്യക്തികളോട് ഒരു അമിത ഭ്രമമുണ്ടാവുക, ഇതൊന്നും പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ തള്ളിപ്പറയാനുള്ള കാരണം തന്നെ യഥാർത്ഥത്തിൽ ഇതൊക്കെ ആയിരുന്നുവല്ലോ. എല്ലാവരുടെയും ആദർശം ഒന്നാണ്, ലക്ഷ്യം ഒന്നാണ്, എല്ലാവരും സ്വീകരിച്ച മാർഗം ഒന്നാണ്. ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതാണ് ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഭരണാധികാരികൾ അങ്ങനെയല്ലേ, രാജാക്കന്മാർ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ രാജാക്കന്മാർക്കും ഒരേ പ്രശസ്തിയും പ്രതാപവും ഒന്നുമല്ലല്ലോ. പണക്കാർ ഒരുപാടുണ്ട്, പക്ഷേ എല്ലാ പണക്കാരും ഒരുപോലെയാണ്. പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, എല്ലാവരും അങ്ങനെയാണോ, ഒരുപോലെയാണോ? അല്ലല്ലോ. അപ്പോൾ അതുപോലെ റസൂലുമാർക്കും അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ പലർക്കും നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉദാഹരണം തുടങ്ങുകയാണ്, മിൻഹും മൻ കല്ലമല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹു നേർക്കുനേരെ സംസാരിച്ചവർ അക്കൂട്ടത്തിലുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നേർക്കുനേരെ സംസാരിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച വലിയ ഒരു സവിശേഷമായ അനുഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ
അത് മൂസാ നബിനോട് അള്ളാഹു നേർക്കുനേരെ സംസാരിച്ചു എന്നത് അതൊരു വലിയ സംഭവമാണല്ലോ യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാമിനെ കലീമുള്ള എന്ന് വിളിച്ചത്. കലീമുള്ള, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മൂസാ അലൈഹിസ്സലാം കലീമുള്ളയായത് അങ്ങനെയാണ്. കലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു നേർക്കുനേരെ സംസാരിച്ചവനാണ്. അത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ ഒരു സംഗതിയാണ്. മനസ്സിലായി? അത് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ തന്നെ അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഒന്നിലധികം സ്ഥലങ്ങളിൽ കാണാം. സീനാ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ച സംഭവം. ഈ ലോകത്ത് ഭൂമിയിൽ വെച്ച് ഈ ഭാഗ്യം മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കലീമുള്ള എന്ന് ചരിത്രം വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ മിഅ്റാജ് യാത്രയിൽ നബിയോട് അള്ളാഹു സംസാരിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് മിഅ്റാജിൽ വെച്ചാണ്, ഭൂമിയിൽ വെച്ചല്ല. ശരി, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മൂസാ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയാണ്. ഇതുപോലെ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത ബഹുമതികൾ പലതും വേറെയും പലർക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവർക്കൊന്നുമില്ലാത്ത ഒരുപാട് ബഹുമതികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത പല സ്ഥാന പദവികളും ശ്രേഷ്ഠതകളുമുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന് പറഞ്ഞില്ലേ, ഖലീലുള്ള എന്ന് നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. അള്ളാഹു അദ്ദേഹത്തെ ഖലീലാക്കി. അത് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു സവിശേഷതയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു ഖലീലാക്കിയിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ അള്ളാഹു ഖലീലാക്കി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. മനസ്സിലായി? അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇതിൽ തന്നെ. അതുപോലെ അതൊരു വലിയ സംഗതിയാണ്. വറഫഅ ബഅദഹും ദറജാത്ത്. വറഫഅ ബഅദഹും ദറജാത്ത്. ചിലർക്ക് മറ്റു ചില വിധത്തിൽ ഉന്നതമായ പദവികൾ നൽകുകയുണ്ടായി. ആ പദവികളിൽപ്പെട്ടതാണ് ഖലീലുള്ളയൊക്കെ. മനസ്സിലായി? ഇതൊക്കെ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ, പ്രവാചകന്മാരെല്ലാവരും എന്താണ്? ഒന്നാണ്. പക്ഷേ ചില സവിശേഷതകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമാണ്. അതിനർത്ഥം ചിലരെ തള്ളിപ്പറയണം, ചിലരെ അംഗീകരിക്കണം എന്നല്ല. എല്ലാവരെയും അംഗീകരിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ നയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.